ഇന്നൊരു ചെറിയൊരു ടാസ്ക് ഉണ്ടായിരുന്നു. നമ്മുടെ ടാർഗറ്റ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, ഇഗ്നോർ ചെയ്യുന്നത് ആരൊക്കെയാന്നുള്ള രീതിയിലാണ്. അപ്പോൾ അങ്ങനെ ആയപ്പോഴത്തേക്ക് ജിൻഡോ ഗബ്രിയെ വിളിച്ചായിരുന്നു. ഗബ്രിയുടെ കൂടെ അപ്പോഴത്തേക്ക് നമ്മുടെ ജിൻഡോ അവനെ വിളിച്ചിട്ട് പറയുകയുണ്ടായി, നല്ലൊരു പ്ലെയറാണ് നമ്മുടെ ഗബ്രി, പക്ഷേ വളഞ്ഞ വഴിയാണ് കൂടുതലും സ്വീകരിക്കുന്നത്, അതാണ് ഏറ്റവും കുറവ്. പിന്നെ ഞാനിവിടെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ വന്നിട്ട് ചേട്ടാ എനിക്ക് എങ്ങനെയാണ് മസിൽ ഉണ്ടാക്കുന്നത്, അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഗബ്രി പിന്നീട് പറഞ്ഞതുണ്ടായെന്ന് വെച്ചാൽ, പിന്നീട് പുള്ളിയുടെ അറിയാലോ അവർ തമ്മിലുള്ള കലിപ്പും കാര്യങ്ങളൊക്കെ. പിന്നീട് പറഞ്ഞിട്ടുണ്ടായെന്ന് വെച്ചാൽ, ഞാനൊരു ജിമ്മ് തുടങ്ങുവാണെങ്കിൽ നിങ്ങൾ എവിടെ ജിമ്മ് നടത്തുന്നുണ്ടോ അവിടെ വന്നിട്ട് ഞാനൊരു ജിമ്മ് ഇടും, എന്നിട്ട് അവിടുത്തെ ആൾക്കാരെ എല്ലാം പുള്ളിയുടെ ഇതിലോട്ട് പിടിക്കും എന്നുള്ള രീതി സംസാരിക്കാൻ തുടങ്ങി. ഈ വളഞ്ഞ വഴിയാണ് സ്വീകരിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കുറേ നേരം കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗബ്രിക്ക് ആണെങ്കിൽ ഇതായിപ്പോയി. അവസാനം പിന്നെ ജിൻഡോ സ്റ്റിക്കർ ഒട്ടിക്കാൻ അങ്ങോട്ട് ചെല്ലാൻ നേരത്തെ എടുക്കുമ്പോൾ ഗബ്രി പറയാനുണ്ടായി, അയ്യോ വേണ്ട, ഇയാൾ എൻ്റെ മേത്ത് തൊടണ്ട, കണ്ണം ഗുട്ടച്ചും പാട്ടച്ചും ഒക്കെ കണ്ടാൽ പുള്ളിക്കെല്ലാം അറിയാം, വേറെ രീതി അങ്ങെടുത്ത്. അതൊരു വിവാദമായതാണല്ലോ. അങ്ങനെ ഇവൻ സമ്മതിക്കാതായപ്പോഴത്തേക്ക് ബിഗ് ബോസ് ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, നിയമം എല്ലാവർക്കും ഒരുപോലൊക്കെ തന്നെയാണ്, അപ്പം ഇത് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഇതിനു മുമ്പ് എന്താ പറയണ്ടേ, ജിൻഡോ പറയുണ്ടായി, നീ എൻ്റെ മേത്തൊട്ടിച്ചില്ല, അതിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു, അപ്പോൾ താൻ പറയണമായിരുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ബിഗ് ബോസ് കാര്യം പറഞ്ഞു, ഇന്ന പോലാണ് ഇത് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അവൻ നെറ്റിക്ക് തന്നെ ഒട്ടിച്ചിട്ട് പറഞ്ഞു, നിന്നെ അവിടെ ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. നല്ല അടിപൊളിയായിരുന്നു സത്യത്തിലാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. അതായത് പിന്നെ രശ്മി ബായി പറയുന്നേ ഉണ്ട്, അതിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം.